ഞങ്ങൾ എടുക്കുകയാണ്. ചെറിയ എടുത്തുകൊണ്ട് അത് മാത്രമല്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ബാഗിലുള്ള ഒരു റൊട്ടിയെ എടുത്തുകൊണ്ട് റൊട്ടി മുക്കി ഉപ്പുവെള്ളത്തിൽ മുക്കി തിന്നാൻ വേണ്ടി റൊട്ടിയെ കൊണ്ടുവന്നതാണ്. കറിയായിട്ട് യൂസ് ചെയ്യുന്നത് ഉപ്പുവെള്ളമാണ്. ഇതിനെ കണ്ടപ്പോൾ മഹാനായ ജുർജാനി റളിയല്ലാഹു അൻഹു അത്ഭുതം തോന്നി. എന്താ സഖത്തി, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്തത്? ഇത്രയും പുറപ്പെട്ട കാര്യങ്ങൾ എന്തിനാണ് എന്ന് ജുർജാനി റളിയല്ലാഹു അൻഹു സഖത്തി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ടുണ്ടോ? മഹാനായ സഖത്തി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ ഈ ചെറിയ റൊട്ടിയും ഉപ്പുനീരും കുറഞ്ഞത് എന്റെ ഇബാദത്തിന്റെ സമയം നഷ്ടപ്പെട്ടു പോകുമോ? ഞാൻ വല്ലാത്ത ബീഫ് കറിയും മറ്റുള്ള പത്ത് മേടിച്ച് പൊറോട്ട കൊടുത്താൽ അങ്ങനെ കഴിക്കാൻ കുറെ സമയം നീണ്ടു നിൽക്കും. അത് പാഴാക്കാതെ, ആ സമയം വേസ്റ്റാക്കാതെ ചെറിയ റൊട്ടി നിന്ന് വേഗം എന്റെ സമയം എന്റെ ഇബാദത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞത്. മനസ്സിലാക്കി നോക്കൂ നിങ്ങൾ. പണ്ടത്തെ മഹാന്മാർ, പൂർവികന്മാർ ഇത്രയും കഷ്ടപ്പെട്ട്, ഇത്രയും വല്ലാത്ത അള്ളാഹുവിനെ ഭയപ്പെട്ട് ഇബാദത്തിന് വേണ്ടി എടുത്ത സമയങ്ങളാണ്. പറയട്ടെ, ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. അതുകൊണ്ട് ഞാൻ നമ്മുടെ സമയം വേസ്റ്റാക്കാൻ പാടില്ല. ഈ റമദാനിൽ നാമൊക്കെ നമ്മുടെ ഇബാദത്തുമായി നിറച്ചു വെക്കണം. എല്ലാം റെഡിയാക്കിക്കൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ് നാം ജീവിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. പറഞ്ഞതിൽ എന്തെങ്കിലും യാതൊരു വന്നിട്ടുണ്ടെങ്കിൽ പുറത്തുപെടണം. ഞാൻ പറഞ്ഞത് നമ്മുടെ സമയം നഷ്ടമാക്കാതെ റമദാനിനായി മുന്നൊരുക്കം ചെയ്തുകൊണ്ട് റെഡിയായി നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ നല്ല രീതിയിൽ വെൽക്കം ചെയ്യാൻ, റമദാനിലും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ റഷാദിയ സ്കൂളിലേക്ക് വേണ്ടി ധാരാളം പഠനം ചെയ്യുന്ന നമ്മുടെ ഞാൻ പഠിക്കുന്ന നാട്ടുകാരനായ നമ്മുടെ മജീദ് സയ്യിദ് ഉസ്താദ്, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. നിലയം പുരോഗതിയിൽ നിന്ന് ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളെല്ലാം ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയെ, അതിനുവേണ്ടി കഠിനാധ്വാനങ്ങൾ ആരെല്ലാം ചെയ്യുന്നുണ്ട് എല്ലാവരും നമ്മൾ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിന് ശേഷം ഉസ്താദ് ഇൻഷാ അല്ലാഹ് മജ്‌ലിസിന്റെ നേതൃത്വം നൽകും. ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് ഇന്ന് 10 മണിക്ക് മുമ്പ് തന്നെ ഇൻഷാ അല്ലാഹ് അവസാനിക്കണം. ഉസ്താദിന് വേറെ പരിപാടി കൂടി പോകാനുള്ളതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ ഉസ്താദിനും നിസ്കാരത്തിന് വേണ്ടി വരുക ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഓരോരുത്തർക്കും, നമ്മുടെ ഈ സദസ്സിലുള്ളവർക്കും, അതുപോലെ തന്നെ നാനാഭാഗത്തിലുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അസറുകൾ ഫലങ്ങൾ ലഭിക്കുകയും അത് തങ്ങൾ ഉസ്താദിനോട് അറിയിക്കുകയും അൽഹംദുലില്ലാഹ് ഇതൊക്കെ നമുക്ക് സന്തോഷിക്കാനുള്ള കാരണങ്ങളാണ്. അല്ലാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് തങ്ങൾ ഉസ്താദ് അവർ 2 വർഷത്തിലേറെയായി നമ്മൾ മാസാന്ത കുത്തുബിയ്യത്ത് മജ്‌ലിസ് തങ്ങളുടെ നേതൃത്വത്തിലായി നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് പേരിനോ പ്രസക്തിക്കോ വേറെ കാര്യലാഭത്തിന് വേണ്ടിയല്ല, എല്ലാം
ജനങ്ങൾക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി, അസരണർക്ക് വേണ്ടി, എല്ലാ ജനങ്ങൾക്ക് വേണ്ടി എന്താണോ ആവശ്യപ്പെടുന്നത്, ജനങ്ങളുടെ വിഷയങ്ങൾ അത് കേൾക്കുകയും അവർക്ക് വേണ്ടിയുള്ള പരിഹാരങ്ങൾ, നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, സാന്ത്വന കൂട്ടായ്മയിലൂടെ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, രോഗികൾക്ക് ചികിത്സാ സഹായവും അതുപോലെ തന്നെ പാവപ്പെട്ട പെൺകുട്ടികൾക്കുള്ള കല്യാണ സഹായങ്ങളും മറ്റു നിരതരായ ആളുകൾക്കുള്ള സഹായങ്ങളും മറ്റു ഭക്ഷണ കിറ്റുകളൊക്കെ നമ്മൾ നൽകാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും ധാരാളം നമുക്ക് സാന്ത്വന സാമൂഹികമായിട്ടും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ, അതാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും പുണ്യമുള്ള ഒരു പ്രവർത്തനങ്ങൾ. മുൻഗാമികളായ അമ്പിയാക്കളും അതുപോലെ തന്നെ ഹബീബായ മുത്തനബി തങ്ങളും അടുപ്പം അമ്പിയാക്കളുടെ നേതാവാണല്ലോ ലോകഗുരു മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ പഠിപ്പിച്ചതും സ്വഹാബത്തും അവിടുത്തെ ഔസലാലങ്ങളും റിഫായിഷുമൊക്കെ നടത്തിയ സാന്ത്വന പ്രവർത്തനങ്ങൾ എത്രയാണ്, അവരുടെ ഒരു അംശം പോലും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പവിത്രമായ റമദാനാണ് കടന്നു വരുന്നത്. റഹ്മത്തിന്റെ പത്ത് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാവരും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ അന്യരായ ഹാഫിദ് മുഹമ്മദ് സലീം കാമിൽ അറുപത് ഉസ്താദ് അവരുകൾ നമുക്ക് എത്തിയിട്ടുണ്ട്. വിദേശിയാണ്, പ്രവാസിയാണ്. ഉംറ കഴിഞ്ഞ് 2 ദിവസം മുമ്പാണ് ഇവിടെ നാട്ടിലെത്തിയത്. ഇൻഷാ അല്ലാഹ് റമദാന് മുമ്പ് വിദേശത്തേക്ക് പോകാനുണ്ട്. അല്ലാഹു തആല അവരുടെ കുടുംബജീവിതത്തിൽ അല്ലാഹു വലിയ സന്തോഷവും ബറക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കട്ടെ. വീടിന്റെ പണികളെല്ലാം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കുമാറാകട്ടെ. നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തിയ സുപരിചിതനായ പണ്ഡിതനും കൂടിയാണ്. എല്ലാ രീതിയിലും നമ്മുടെ റഷാദിയുമായി ഇണങ്ങി സഹകരിക്കുകയും ചെയ്യുന്നവനായ സിനാൻ റജി ഉസ്താദ് അവர்கள் നൽകട്ടെ. അതുപോലെ തന്നെ നമുക്ക് വിദ്യായി നമുക്ക് ഇവിടെ എത്തിയ അബ്ദുറഹ്മാൻ ഹാജി സ്വാമികൾ, നമുക്കറിയാം അസാദിയുടെ പ്രവർത്തനങ്ങളൊക്കെ അതിന് യഥാർത്ഥത്തിലും നമുക്ക് വേണ്ടി താനും നമ്മുടെ എല്ലാ രീതിയിലും സഹകരിക്കുന്ന നമ്മുടെ റഷാദിയുടെ 1ാം വാർഷികം വലിയ ഗംഭീരമായ സ്വാമികൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് വലിയ പരിപാടി നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ 5ാം വാർഷികം ഇൻഷാ അല്ലാഹ് 2025 ഏപ്രിൽ മാസത്തിൽ നമ്മൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ തുടരുന്ന റമദാനിന് ശേഷം വലിയ കൂട്ടായി നമുക്ക് വലിയൊരു പരിപാടിയൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഹസ്ബി അല്ലാഹു നിഅ്മൽ വകീൽ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ ഉസ്താദ് അവരുടെ ആദരവോടെ ഇവിടുത്തെ എല്ലാവരെയും വാക്കിൽ സ്വാഗതം നേർന്നുകൊണ്ട് തങ്ങൾ ഉസ്താദിനെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. പണ്ഡിത മഹത്വങ്ങൾ ഒരുമിച്ച് കൂടിയ മഹത്തായ പള്ളിയുടെ പ്രശാന്തയുടെ സാന്ത്വന പ്രവർത്തനങ്ങളുടെയൊക്കെ കർത്താക്കൾ, ഉമറാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അൽഹംദുലില്ലാഹ് റഷാദിയ ഇസ്ലാമിക് സ്കൂൾ ആരംഭിക്കുകയും അതുപോലെ അതിന്റെ ഭാഗമായി ആദ്യ സ്വാതന്ത്ര്യ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു സംരംഭം തുടങ്ങുകയും ചെയ്തു. അൽഹംദുലില്ലാഹ് അതിനുവേണ്ടി ഓസലാദും ശൈഖ് നമ്മുടെ പേരിൽ ഒരുമിച്ച് കൂടി നമ്മളൊക്കെ സഹായ സഹകരണം കൊണ്ട് ഒരുപാട് പറഞ്ഞ പോലെ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അത് ഒന്നും കൂടി ഇപ്പൊ പറയുന്നത് ഇനിയും അതിന് ആവശ്യമാണ്.
നിങ്ങളുടെ സഹായങ്ങളും സ്നേഹവും സഹകരണവുമാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്കൊക്കെ ശക്തി നൽകുന്നത്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കൾ ആക്കി ഒരു തലമുറയെ വാർത്തെടുക്കലാണ് റഷാദിയ സ്കൂളിന്റെ ലക്ഷ്യമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ദീനി ചുറ്റുപാടിൽ ദീനി ദിക്റുകളും ഖുർആനും ഹിഫ്ളും പരിശുദ്ധമായ ദീനിന്റെ ആശയങ്ങൾ ആദർശങ്ങളൊക്കെ കുഞ്ഞിളം മനസ്സിലിട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഭൗതികമായ തലത്തിൽ വലിയ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് നമ്മുടെ മക്കളെ നമുക്ക് കളക്ടറാക്കണം, വലിയ വലിയ ഉദ്യോഗസ്ഥരാക്കണം, വലിയ വലിയ പോസ്റ്റിലെത്തിക്കണം, നല്ല ഫ്ലുവൻ്റ് ഇംഗ്ലീഷ് പറയുന്ന അറബി അറിയുന്ന നല്ല സ്മാർട്ടായ കുട്ടികളായി എടുക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് അതിന്റെ പ്രസാദിയിലൂടെ വഴികൾ എളുപ്പമാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ താരീഖിൽ കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വാതന്ത്ര്യത്തെ വല്ലാതെ ഇഷ്ടപ്പെടുകയും ദിവസവും സ്വാതന്ത്ര്യം ചെയ്യാതെ അവിടുത്തെ ആയുസ് ഒരു ദിവസവും കടന്നു പോയിട്ടില്ല എന്നതാണ്. രാവിലെ പ്രഭാതത്തിൽ വരുന്ന സന്ദർശകരെ അവർക്കൊക്കെയും ആശ്വാസം പകർന്നു കൊടുക്കുകയും അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിൽ പ്രത്യേകിച്ചും രോഗസന്ദർശനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. ഉച്ചസമയങ്ങളിൽ ആരെങ്കിലൊക്കെ ക്ഷണിച്ചാൽ വീടുകളിൽ പോയി ക്ഷണം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ സാമൂഹികമായി ജീവിച്ച മഹാനാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അശരണർക്കും വിധവകൾക്കും പാവങ്ങൾക്കും ദരിദ്രർക്കും പട്ടിണിക്കാർക്കും രോഗികൾക്കും ആശ്രയമാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവർത്തനം ആണ്. അതുപോലെ എന്തെങ്കിലും നമുക്ക് ചെയ്യണമെന്നതാണ് ഈ മഹത്തായ നമ്മുടെ സംരംഭങ്ങൾ കൊണ്ടൊക്കെ ഞാൻ ലക്ഷ്യപ്പെടുന്നത്. ഇരിക്കട്ടെ പ്രിയപ്പെട്ടവരെ, പാപങ്ങളെ നോക്കാത്ത കണ്ണുണ്ടോ? പാപങ്ങളെ പരിഗണിക്കാത്തവനാണോ അവൻ അല്ലാഹുവിന്റെ അടുക്കൽ അപമാനിക്കപ്പെടുന്നവനാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പാപങ്ങളോട് കൂറുള്ളവരാണ്. പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോൾ സകാത്ത് ഉള്ളവൻ കൊടുക്കേണ്ടവൻ തിട്ടപ്പെടുത്തി കൊടുക്കണം, സ്വതക്ക തിരിപ്പിക്കണം, പാവങ്ങൾക്ക് നോമ്പ് തുറക്കാൻ എന്തെങ്കിലും എത്തിച്ചു കൊടുക്കണം. അതൊക്കെ മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചുതന്ന മാതൃകകളാണ്. അങ്ങനെ പാവങ്ങളോട് സ്നേഹിക്കുന്ന, പാവങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന, പാവങ്ങളെ പരിഗണിക്കാനുള്ള മനസ്സ് അത് കിട്ടുക എന്ന് വെച്ചാൽ ചില്ലറ കാര്യമല്ല. കാരണം അത് അമ്പിയാക്കൾ ഔലിയാക്കളുടെയും അവരുടേതായ നിലപാടാണ്, അവരുടെ ശൈലിയാണ്. അല്ലാഹു നമുക്കൊക്കെ നല്ല മനസ്സും നല്ല സ്വഭാവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് മജ്‌ലിസ് സംഘടിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു റമദാൻ മുന്നൊരുക്കം. അങ്ങനെ അല്ലാഹു ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ ബല്ലിഅനാ റമദാൻ എന്ന് പറഞ്ഞു ദുആ ചെയ്ത് എന്നിട്ട് റജബിൽ മാറ്റം ഉണ്ടായില്ല, ശഅബാനിൽ മാറ്റം ഉണ്ടായില്ല. ഇപ്പൊ റമദാൻ വീടിപ്പാട് അകലെ വന്ന് നിൽക്കാൻ ചൊവ്വല്ലെങ്കിൽ ബുധനാഴ്ച പരിശുദ്ധമായ റമദാനെ ഓരോ വിശ്വാസിയും സ്വീകരിക്കുമ്പോൾ റമദാനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ അനുഗമിക്കേണ്ടത് എന്ന് ഇന്നും പിടികിട്ടാത്തവരാണ് വിശ്വാസജനങ്ങൾ. ഒരു മാറ്റവുമില്ല. ഇന്ന് ജുമുഅക്ക് തന്നെ ആരാണ് കഹഫ് സൂറത്ത് ഓതിയത്? ആരാണ് കൃത്യം ഖുതുബ ഓതുന്നതിന് മുമ്പ് എത്തിയത്? ഇന്ന് ഞാൻ ഓതിയ ഖുതുബയുടെ പള്ളിയിൽ ഞാൻ കഴിഞ്ഞ് ഖുതുബ കഴിഞ്ഞാൽ നല്ലോണം ഗൗരവത്തോടെ സംസാരിക്കുകയുണ്ടായി. കാരണം ഖുതുബയിൽ നമ്മൾ മിമ്പറിൽ നിൽക്കുമ്പോൾ കയറി വരികയാണ് വിരട്ടന്മാർ. അടുത്തുള്ളവർ, പള്ളിയുടെ അടുത്തുള്ളവർ അങ്ങനെ ലയിക്ക് വരുന്ന ഒരവസ്ഥ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമുക്ക് മാറ്റമില്ലെങ്കിൽ റമദാൻ എന്ന വാക്കിനർത്ഥം തന്നെ ലോകത്തിലും ആത്മീയതയിലും ഹരീസ് കളിയുക എന്നതാണ്. ഇപ്പൊ ഈ റമദാൻ വേനലിന്റെ ചുട്ടുകൊള്ളുന്ന സമയത്ത് റമദാൻ വരുമ്പോ ക്ലൈമറ്റിലും റമദാൻ ഹരീസ് കളിയുന്നുണ്ട്. ചില മാസങ്ങൾക്കൊക്കെ അതിൻ്റെതായ സവിശേഷതകൾ കൊണ്ട് പേര് വെക്കപ്പെട്ടതുണ്ട്. റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ വസന്തങ്ങളുടെ കാലം. അപ്പൊ റമദാനിന്റെ ഭാഷാർത്ഥം തന്നെ ഹരീസ് കളിയും. അവരൊക്കെ ചൂടൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ സഹിച്ച് ക്ഷമിച്ചുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി വിശപ്പെടുകയും ദാഹിച്ച് നിൽക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ വിശ്വാസം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, റമദാൻ ഹരീസുകളെയും എന്തിന് അവൻ ചെയ്ത പാപങ്ങളെ, തെറ്റുകുറ്റങ്ങളെ
കരീശ കളിയാനുള്ളതാണ് ഈ പരിശുദ്ധമായ റമദാനെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു, അവനെ തന്നെ കരീശ കളിയാനും സാധ്യതയുണ്ട്. എന്റെ തങ്ങൾ ആമീൻ പറഞ്ഞ ജിബ്രീൽ പ്രാർത്ഥിച്ച ഒരു ദുആയില്ലേ, റമദാൻ എത്തിപ്പെട്ടിട്ട് അവന്റെ പാപങ്ങൾ പുറത്തു പിടിക്കാതെ റമദാൻ വിടവാങ്ങുകയാണ്, അവന് നാശമാണ് 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 ആമീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹദീസ് ഇവിടെ നാം ഒക്കെയും മുഖവിലയിൽ എടുക്കേണ്ടതുണ്ട്. കാരണം എന്താ, റമദാൻ എത്തി നമ്മുടെ ദോഷങ്ങൾ കരീശ കളയാതെ റമദാൻ നമ്മളിൽ നിന്ന് വിടവാങ്ങിയാൽ നമ്മൾ അല്ലാഹു കരീശ കളയും, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റമദാനിനെ സ്വീകരിക്കേണ്ടത് പ്രവാചകനെ സ്വീകരിച്ചതുപോലെയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനക്കാരെ സ്വീകരിച്ചോ. അതിന്റെ ചരിത്രം ഇവിടെ പറയേണ്ടതില്ല. വൈദ്യുകൾ പാടി എന്റെ വീട്ടിലേക്ക് എന്റെ വീട്ടിലേക്ക് എന്റെ വീട്ടിൽ ഇങ്ങനെ സ്വഹാബികൾ വാസിയാൻ ഇങ്ങനെ ക്ഷണിക്കുക, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ ആ പ്രവാചകൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത് എന്തുമായിട്ടാണ്? തൗഹീദിന്റെ ആശയവുമായിട്ടാണ്. സ്വർഗം നമ്മൾക്ക് വാങ്ങിത്തരാൻ വേണ്ടിയിട്ടാണ്, നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ഖുർആനിന്റെ മഹത്തായ വചനങ്ങളായിട്ടാണ്, ലൈലത്തുൽ ഖദറിന്റെ മഹത്തായ സവിശേഷതമായിട്ടാണ്, റമദാൻ എന്ന മഹത്വവുമായിട്ടാണ്. ഇങ്ങനെ വരുന്ന പ്രവാചകനെ പോലെയാണ് ഈ മറ്റന്നാൾ വരുന്ന റമദാൻ. കാരണം എന്താ, റമദാൻ തുടങ്ങിയ പിന്നെ സ്വർഗം തുറക്കപ്പെട്ടു, നരകം അടക്കപ്പെട്ടു. ഖുർആനിന്റെ മാസമാണ്, ലൈലത്തുൽ ഖദറുള്ള മാസമാണ്. അതുകൊണ്ട് ആ പ്രവാചകനെ സ്വീകരിച്ചതുപോലെ ബഹുമാനിച്ചതുപോലെ റമദാൻ എന്ന മാസം കടന്നു വരുമ്പോൾ ഈമാനുള്ളവൻ സ്വീകരിക്കും, ബഹുമാനിക്കും. ഇബാദത്ത് കൊണ്ട് ധന്യമാക്കി പഠിച്ച റബ്ബിലേക്ക് അവന്റെ ഖൽബ് തിരിയും. അങ്ങനെയുള്ളവനാണ് റമദാൻ അനുകൂലമായി സാക്ഷി നിന്നുപോയി. എന്റെ നിങ്ങളുടെ അവസരം ചിന്തിക്കണം. റമദാൻ എത്തിപ്പെടാൻ, പരിശുദ്ധമായ റമദാൻ എത്തിപ്പെടാൻ ഒരല്പമെങ്കിലും നമുക്ക് മാറ്റമില്ലെങ്കിൽ, നന്മകൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു ചേഞ്ചസും ഇല്ലെങ്കിൽ, സുബ്ഹാനല്ലാഹ്, നമ്മുടെ അവസ്ഥ വല്ലാത്ത ഭയാനകമാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും റമദാനിനെ നല്ലോണം ആദരിച്ച് സ്നേഹിച്ച് ബഹുമാനിച്ച് റമദാൻ എത്തുന്നതിന് മുമ്പായി ഖൽബ് ശുദ്ധിയാക്കണം, ശരീരം ശുദ്ധിയാക്കണം, വീടും പരിസരവും പള്ളിയൊക്കെ ശുദ്ധിയാക്കി തസ്ഖീയത്തുൽ ഖുലൂബ് നടത്തി റമദാനെ സ്വീകരിച്ചുകൊണ്ട് റമദാൻ നല്ല രീതിയിൽ നോമനുസരിച്ച് തറാവീഹ് കൃത്യമായി നിസ്കരിച്ച് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് സൽക്കർമ്മങ്ങളൊക്കെ വർദ്ധിപ്പിച്ച് റമദാനെ യാത്രയാക്കുന്ന മുത്തഖീങ്ങളിൽ പെടണം. അല്ലാഹുവിന്റെ ഭാഗ്യം തരുമാറാകട്ടെ. അതാണ് ഈ മജ്‌ലിസിൽ വെച്ച് പറയാനുള്ള ഏക സന്ദേശം. റമദാനിനെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചോ. റമദാൻ നമ്മുടെ ദോഷങ്ങൾ കരിച്ചു കളയും. നേരെ ഓപ്പോസിറ്റായി റമദാനെ വേണ്ടതുപോലെ സ്വീകരിച്ചില്ലെങ്കിൽ തന്നെ നരകത്തിൽ അല്ലാഹു കരിച്ചു കളയും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് റമദാനെ ബഹുമാനിച്ചോളുക, റമദാനെ സ്വീകരിച്ചോളുക, അമാലുകൾ കൊണ്ട് നല്ല രീതിയിൽ സഹവർത്തിക്കുക. അല്ലാഹു അതിനെ നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഈ പരിശുദ്ധമായ മജ്‌ലിസ് ഒരുപാട് ആളുകൾ ഫോൺ വിളിച്ച് മെസ്സേജ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. ഈ മജ്‌ലിസിൽ നേർച്ചയാക്കിയതിന്റെ ഇവിടെ കൂടിയതിന്റെ ഫലങ്ങൾ അറിയിച്ചു. ഇപ്പോൾ ഞാൻ ഇവിടെ കടന്നു വരുന്ന ഒരുപാട് ആളുകൾ ഫലം അറിയിച്ചുകൊണ്ടും നേർച്ചയാക്കിക്കൊണ്ടും സംഭാവനയും ഈ മജ്‌ലിസിലേക്ക് തന്നു. അൽഹംദുലില്ലാഹ്. മഹാനായ ഔസ്റാദ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹു തങ്ങളുടെ മഹത്വമാണ്. അവിടുത്തെ കസ്ബ് കൊണ്ടാണ് രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കുന്നത്, പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുന്നത്, കുടുക്കൽപ്പെട്ടവരെ കുടുക്കുവരെ അല്ലാഹു അയച്ചു കൊടുക്കുന്നത്, ബോർവെൽ ഉപയോഗിക്കുമ്പോൾ വെള്ളം അല്ലാഹു കൊടുക്കുന്നത്, പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുന്നത്, ശൈത്വാനത്തെ സഹിയമായി അല്ലാഹു ബാത്തിലാക്കുന്നത്. ഒരുപാട് കസ്ബും കറാമത്തും മുഹീദ് ശൈഖിനെ കൊണ്ട് ഈ മജ്‌ലിസ് അല്ലാഹു നടത്തി ഈ സമൂഹത്തിന് ഒരു ആശ്രയമായി മാറിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ മജ്‌ലിസ് എന്ന് പറയുന്നത് ഔസ്റാദ് തങ്ങളുടെ മദദും തർബിയത്തും നമ്മൾക്ക് കിട്ടാൻ വേണ്ടി നടത്തപ്പെടുന്ന മഹത്തായ മജ്‌ലിസാണ്. ഈ മജ്‌ലിസ് നിങ്ങളൊക്കെ സ്നേഹിക്കുകയും മുഹീദ് ശൈഖിന്റെ കാവലിന് വേണ്ടി മദദിന് വേണ്ടി മാസാദികൾ സംഗമിക്കുമ്പോൾ നിങ്ങളൊക്കെ ഉൾക്കൊള്ളുകയും ഈ മജ്‌ലിസിനെ നല്ല രീതിയിൽ സ്വീകരിക്കുകയും വേണം. അല്ലാഹു അതിനെ നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. മഹാൻ ഔസ്റാദ് തങ്ങളെ കൊണ്ട് അല്ലാഹു നമുക്ക് ദുനിയാവിൽ സന്തോഷമാക്കി തരുമാറാകട്ടെ. ഈ നീണ്ട വേളയിൽ ഇനി വലിയ പരിപാടിക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ നീണ്ട യാത്ര കണ്ണൂർ നിങ്ങളുടെ വരാൻ ഇവിടെ എല്ലാ പ്രയാസങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ ദീർഘിച്ചൊന്നും സംസാരിക്കാതെ നിങ്ങൾ പരസ്പരം ദുആ ചെയ്യണം. റമദാനാണ് വരുന്നത്. എനിക്കും എൻ്റെ ബന്ധുക്കൾക്കും വീട്ടുകാർക്കും കുടുംബങ്ങൾക്കും നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ഞാൻ ദുആ ചെയ്യും. പരിശുദ്ധമായ റമദാനിനെ നല്ല രീതിയിൽ സ്വീകരിച്ച് ബഹുമാനിച്ച് ദുആ കൊണ്ട് ധന്യമാക്കി പഠിച്ചവട്ടിലേക്ക് കടക്കണം. അതിനു മുമ്പ് ഈ മജ്‌ലിസിൽ വെച്ച് എല്ലാ തെറ്റുകുറ്റങ്ങളും തൗബ ചെയ്ത് മടങ്ങണം. അല്ലാഹു നമുക്ക് അതിനെ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആ ഇജാബത്ത് മജ്‌ലിസ് ആക്കുമാറാകട്ടെ.
മജ്‌ലിസ് ആരംഭിക്കുകയാണ്. يا حضرة حبيب الله محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة شيخنا مرشدنا قطبنا وأصلنا الشيخ محي الدين عبد القادر الجيلاني نسأل الله سره العزيز. الفاتحة. من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة شيخنا صدقة الله القاهري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة شيخنا محمد بن بكر ولي الله المدبوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة شيخي ومشايخي كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇതിൻ്റെ മജ്‌ലിസിൽ ഒരുപാട് ഇഷ്ടപ്പെടും. ബഹുമാനത്തെ അജാബത്ത പ്രവാസിയാണ് സോങ്കാട്. അദ്ദേഹത്തിൻ്റെ പ്രവാസികളുടെ കുടുംബത്തിന് നല്ല ബർക്കത്ത് ചെയ്യട്ടെ. ഇതിൻ്റെ പരീക്ഷകളും സാമ്പത്തിക കാര്യങ്ങളും എല്ലാവരും ബർക്കത്ത് നൽകട്ടെ. നമ്മുടെ സലീം ഉസ്താദ് പ്രവാസിയാണ്. അല്ലാഹു എല്ലാവരുടെ ഖൈറും ബർക്കത്ത് നൽകണേ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വല്ല ബർക്കത്ത്, കുടുംബത്തിൽ വല്ല സന്തോഷം നൽകണേ. പ്രഭാഷണം നടത്തിയ സലീം ഉസ്താദ് അല്ലാഹുവേ എല്ലാ ഖൈറും ബർക്കത്ത് നൽകണം റഹ്മാൻ. രാവിലെ മാഫിറത്ത് അവരെ ഞങ്ങളെ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ട് വിഷമിക്കുന്നുണ്ട്. ബാസിത്ത് എന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവേ ഒരുപാട് മാറ്റങ്ങൾ നീ കൊടുത്തു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഡോക്ടർമാരെ വിധിയെങ്കിലും ഭക്ഷണം കഴിക്കാൻ ചില പ്രയാസമുണ്ട്. അല്ലാഹ് ഈ മജ്‌ലിസ് കഴിയുമ്പോൾ ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ തോഫീക്കും നീ എളുപ്പമാക്കണേ അല്ലാഹ്. എല്ലാ രോഗവും നീ ശിഫയാക്കണേ അല്ലാഹ്. നീ ആഫിയത്താക്കണം റഹ്മാൻ. നമ്മുടെ മുഹമ്മദ് ഷാഫിയായി അല്ലാഹുവേ ചെറിയൊരു അസുഖം കൊണ്ട് പ്രയാസപ്പെട്ട ഹോസ്പിറ്റലാണ്. നീ ആഫിയത്താക്കണം റഹ്മാൻ. രോഗങ്ങൾ നീ ശിഫയാക്കണം റഹ്മാൻ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ മജ്‌ലിസിൽ നമ്മളെ വസീയത്ത് ചെയ്തു. അതുപോലെ തന്നെ പ്രൊഫസറിന്റെ ഭാര്യ അല്ലാഹുവേ എല്ലാ വേദന എടുത്തു മാറ്റണം റഹ്മാൻ. രോഗങ്ങളെ ശിഫയാക്കണം റഹ്മാൻ. ഒരുപാട് ആളുകൾ ഒരുപാട് രോഗങ്ങളുണ്ട് പ്രയാസപ്പെടുന്നവർ വിഷമമുള്ളവരൊക്കെ മജ്‌ലിസിലുണ്ട്. എല്ലാ രോഗികൾക്കും നീ അജല ശിഫ നൽകണം റഹ്മാൻ. എല്ലാ പ്രയാസവും നീക്കണേ അല്ലാഹ്. മൂത്രത്തിൽ കല്ലുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ നേർച്ചയാക്കി ഇവിടെ സംഭാവന നൽകി അല്ലാഹ് ആ മൂത്രത്താലിനെ നീ പൊടിച്ചു കളയണം റഹ്മാൻ. അത് നിർമ്മിച്ചു കളയണം റഹ്മാൻ. പ്രയാസം കൊടുക്കല്ല റബ്ബേ. നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻ അബതാ തവാറത്തുൽ അർഹാമി വബതഅജ അന്നാ ഫാസറ ഹുസൈൻ വറത്തുല്ലാഹി യാറത്തുല്ലാഹി സീറ മുസ്രിഅത بهل عقدتنا يا الله. الحمد لله ثم الصلاة على وقل لنا بردا والآل والصحب والتباع في الدين. يا قطب أهل السماء والأرض غوثهما يا خير عيني وجودهم وغيثهما إذن العليم قد هرست إرثهما يا خير من كان يدعى محي الدين يا محي الدين
يا محي الدين يا محي الدين عبد القادر جيلاني يا غوث العالم كل الدهر والحين على ولي بتحكيم وتمكين مولى فقير المولى ومسكين أنت الذي الدين سمى محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني قد أتاك خطاب الله مستمعا يا غوث العالم قم بالقرب مجتمعا أنت الخليفة لي في الكون ملتمعا سميت باسم عظيم محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني بل مسمى بعبد القادر الفرد مستأثر قريب أسوار السرد ولم تنم نومة فيها على درد أنت الملقب حاكم محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني كنت للقادر المختار أبدا أتاك من قدرة ما شئت من مستطاع فأنت مقتدر في خلقه ومتع أنت الوكيل له يا محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني شرفت جيلان بالميلاد ساكنه علمت بالقبر بعدادا أماكنه يزوره كل مستقيم ولكنه ببيته قد يلاقي محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني رأيت دين الهدى شخصا على الله وشفيته لمسة كافيته يا الله وزال عنه الذي قد عمه مرضا فقام يدعوك حبا محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني أنت الحسيني والحسني كنت معا أبا وأما شريكين قد اجتمعا فكنت شمسا وقدر نورا التمعا أنت الأحق لتدعى محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني شافعي فصرت الهنبلي بلا أدل تتقى بالخيرين معتدلا فلم تزل راقيا على مقام علا أبيت أرفع سيد محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني قمت بالصدق والإخلاص والزهد والاجتهاد وفي الوعد والعهد فكل أهل التقى والزهد والجهد يدعوك يا غوث الأعظم محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني من كرامة حاكم منك قد ظهرت منيرة في قلوب الخلق قد سهرت كمعجزات نبي في الورى اشتهرت يا من دعا ربه يا محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني مدبنة كتبا مؤلفة هاك العاجب أخبارا مسلفة ضاقت البشر آثارا مخلفة عليك دين الهدى يا محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني من مولاك مؤتمرا قدمي على رقبات الأولياء ترى فكلهم قد رضوا وضعا لها بشرى يا من سوى اسما عليهم محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني في خزانة
إذا فزت المعالي محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني كل الطوائف بالإجماع متفقة على كمالك في علياك متسقة حتى الخوارج أهل الزيغ الزندقة أنت المدار لكل محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني معابا هجاك روح ولا نشفي بل أولادنا على ما فيك من وصف لم يبلغ فيه من كل إلى نصف أنجيت كل مريد محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني وقلت من لا له شيخ فإني له شيخ وأرشده حتى كأني له جليسه خلفة ومن لدني له مصروف هكذا لمحيي الدين يا محيي الدين يا محيي الدين يا محي الدين عبد القادر الجيلاني ومن ينادي سميع الفقر خلقته حسنا بهمته ومن لغفلته عجبته مسرعا من اجل دعوته فليدعو يا عبد الله محي الدين يا محي الدين يا محي الدين يا محي الدين يا عبد القادر الجيلاني بعد الصلاة 12 نوبة مع الفواكه والثلاثة الحضراء يا غوث الأعظم عبد القادر السرعة يا سيد حضرني يا محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني قبتي حضراني قبتي سيد الكونين أفضل قرة العينين ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹദറ